ഭക്ഷണവും മരുന്നുമടക്കം സഹായ വസ്തുക്കളുമായി ഗാസയിലേക്ക് പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയിലെ യാനങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഇസ്രായേൽ നാവികസേന തടഞ്ഞത്. 44 ബോട്ടുകളിൽ 14 എണ്ണം ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബെർഗ് അടക്കം 37 രാജ്യങ്ങളിൽ നിന്നുള്ള 200 സന്നദ്ധ പ്രവർത്തകരെ IDF കസ്റ്റഡിയിലെടുത്തു. ഫ്ലോട്ടിലയുടെ ഭാഗമായ ബോട്ടുകൾ തടയുകയും അവയിലെ യാത്രികരെ ഇസ്രായേലി തുറമുഖത്തേക്ക് നീക്കിയതായും ഇസ്രായേൽ അറിയിച്ചു. ഗ്രറ്റയും സുഹൃത്തുക്കളും സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം തങ്ങളുടെ മറ്റു ബോട്ടുകൾ ഗാസ തീരത്തിന് 50 കിലോമീറ്റർ വരെ അടുത്തെത്തിയെന്നാണ് ഫ്ലോട്ടില സംഘാടകർ പുറത്തുവിടുന്ന വിവരം. ഫ്ലോട്ടിലയിലേക്ക് ഇസ്രായേലി നേവി കടന്നയുടൻ ഫ്ലോട്ടില അംഗങ്ങളിൽ ചിലർ അവരുടെ മൊബൈൽ ഫോണുകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമാ ഹസനും തന്റെ ഫോൺ കടലിലേക്ക് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ടു. നടപടിയിൽ ഡാറ്റ സുരക്ഷിതത്വത്തിനായി ചെയ്യുന്ന സാധാരണ നടപടിയായാണ് ഫോൺ ഉപേക്ഷിക്കലിനെ വിലയിരുത്തുന്നത്. സന്നദ്ധ പ്രവർത്തകരെ നിയമവിരുദ്ധമായി ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തുവെന്നാരോപിച്ച് യൂറോപ്പിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഗ്രീസ്, ജർമ്മനി, ടുണീഷ്യ എന്നിവിടങ്ങളിലായി പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. സന്നദ്ധ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി ഇറ്റലിയിലെ ട്രേഡ് യൂണിയനുകൾ വെള്ളിയാഴ്ച പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തു. ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീനയിലും വെനസ്വേലയിലും പ്രതിഷേധ റാലികൾ നടന്നു. ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ തങ്ങളുടെ 2 പൗരന്മാരുണ്ടെന്ന് സ്ഥിരീകരിച്ച കൊളംബിയ ഇസ്രായേലി നയതന്ത്ര സംഘത്തെ ഒന്നാകെ പുറത്താക്കി. ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉപേക്ഷിച്ചെന്നും എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്നും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ നീക്കത്തെ തുർക്കി വിദേശകാര്യ മന്ത്രാലയം ഭീകരപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചു. നീക്കത്തെ അപലപിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം 8 മലേഷ്യക്കാർ കസ്റ്റഡിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമം പാലിക്കണമെന്ന് ഐറിഷ് ഉപപ്രധാനമന്ത്രി സിമോൺ ഹാരിസ് ആഹ്വാനം ചെയ്തു. ഫ്രഞ്ച്, ഇറ്റാലിയൻ പാർലമെന്റ് അംഗങ്ങളടങ്ങുന്ന 500ഓളം വരുന്ന ഫ്ലോട്ടില പ്രവർത്തകരുടെ സുരക്ഷ ഇസ്രായേൽ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് ഫ്രഞ്ച്, ഇറ്റാലിയൻ വിദേശകാര്യ മന്ത്രാലയങ്ങൾ അറിയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. ചെങ്കടൽ കടന്ന് ഗസ തീരത്തേക്ക് അണിയുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്തും നമുക്കറിയാം, തീരെ കണ്ണിച്ചോരയില്ലാത്ത ഇസ്രായേൽ വംശീയതയുടെ അധികാരികൾ അതിനെയും കൂടി തടയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പലസ്തീനിലെ പോരാളികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് സോൾഡാരിറ്റി വ്യവസ്ഥയും സംയുക്തമായി പ്രകടനം ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ പരിപാടിയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ലോകചരിത്രത്തിൽ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ സുമൂദ് ഫ്ലോട്ടിലയെ തടഞ്ഞുകൊണ്ട് വലിയ ലോകരാജ്യങ്ങൾ 46 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത 500ഓളം ആളുകൾ പങ്കെടുത്ത വലിയൊരു കാരവാന കടലിൽ വെച്ച് തടഞ്ഞുകൊണ്ട് അതിലെ പോരാളികളെ തടങ്കലിൽ വെച്ചുകൊണ്ട് ഇസ്രായേൽ ലോകത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോരാളികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ വംശഹത്യക്കെതിരെ വലിയ താക്കീതായിക്കൊണ്ട് കാസർഗോഡ് ടൗണിൽ നടന്ന ഈയൊരു പ്രതിഷേധ മാർച്ച്, ഈയൊരു ഐക്യദാർഢ്യ പ്രകടനം നിങ്ങൾക്കറിയാം. ലോകത്ത് ഇന്ന് ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഫലസ്തീനിലെ മക്കളെ കിരാതമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, അങ്ങേയറ്റത്തെ കിരാതമായ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ചട്ടമ്പി രാഷ്ട്രത്തിന് നേരെയുള്ള വലിയ സമരങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ, വിവിധ രാജ്യങ്ങളിൽ, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളുടെയും തെരുവുകളിൽ ഇന്ന് ഫലസ്തീന് വേണ്ടിയുള്ള വലിയ സമരങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ തുടർച്ചയായാണ് സുമൂദ് ഫ്ലോട്ടില എന്ന ചെങ്കടലിലൂടെ ഗസയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇസ്രായേൽ അതിനെയും തടഞ്ഞുകൊണ്ട് ലോകത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് SIOവിന്റെ സംസ്ഥാന സെക്രട്ടറി ഹസ്ന സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ക്ഷണിക്കുന്നത്. യാതനകളും അവരുടെ ത്യാഗവും അവരുടെ പോരാട്ടത്തിന്റെ മൂർച്ചയും മൂർത്തതയും ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രതിരോധത്തിന്റെ മൂർത്തത എന്തെന്ന്, ആ പ്രതിരോധത്തിന്റെ മൂർച്ച എന്തെന്ന് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കാസർഗോഡ് ടൗണിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ പോരാട്ടത്തെ ഒറ്റപ്പെടുത്താൻ, ആ പോരാട്ടത്തെ പൈശാചികവൽക്കരിക്കാൻ
ആ പോരാട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ, ആ പോരാട്ടത്തെ ലോകത്തിനു മുന്നിൽ ഒരു തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ഇസ്രായേലും അമേരിക്കയും സാമ്രാജ്യത്വങ്ങളുമെല്ലാം, കേരളത്തിലെ CPM ആയാലും അവർക്കൊക്കെയും ഇതൊരു താക്കീതാണ്. ലോകം ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ ഒറ്റുകാരനാരെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ്. പ്രിയമുള്ളവരെ, ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ, ഈ പോരാട്ടം പ്രഖ്യാപിച്ചപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിനുള്ള കേരളത്തിലെ CPM-ന്റെ പോലീസിനുള്ള ഒരു തിടുക്കമുണ്ട്. നിങ്ങൾ നടക്കുന്ന വഴി ഏതാണ്? നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം ഏതാണ്? നിങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേരെന്താണ്? ഞാൻ പറയുന്നു, ആ തിടുക്കം കാണിക്കുന്നവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ വഴി അതേ വംശീയതയുടെ എല്ലാ അതിർത്തികളും ഭേദിച്ച് സ്വധൈര്യം അവർ മുന്നേറുകയാണ്. ഞാൻ പറയുന്നു, അവരെ തടഞ്ഞോ തടഞ്ഞില്ലയോ, അവരുടെ യാത്ര എവിടെ അവസാനിച്ചോ എന്നുള്ളതല്ല വിഷയം, അവരിറങ്ങിയോ, അവരെവിടെ വരെ പോയി എന്നുള്ളതാണ് ലോകത്ത് വിഷയം. പ്രിയമുള്ളവരെ, അതിൽ നമുക്ക് മാതൃകയുണ്ട്. ഫലസ്തീനിലെ പിഞ്ചോമനകൾക്ക് വേണ്ടി, അവരുടെ രക്തത്തിന് വേണ്ടി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിൽ പോലും അതിനെ ഏറ്റെടുക്കാൻ, ആ വഴിയിൽ മുന്നോട്ട് പോകാൻ, സധൈര്യം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആ സ്മൂത്ത് ഫ്ലോട്ടില്ലയിൽ നിങ്ങൾ ഏറ്റെടുക്കണം. ആ മാതൃകയെ മുന്നിൽ വെച്ച് നിങ്ങൾ നിന്ന് പോയതെങ്കിൽ പ്രിയമുള്ളവരെ, അതേ റബീഉൽ അവ്വലിന്റെ കാലത്ത് ഫലസ്തീനിൽ റബീഉ ഷഹാദത്തായിരുന്നു, അഥവാ രക്തസാക്ഷിത്വത്തിന്റെ വസന്തമായിരുന്നു. ആ രക്തസാക്ഷിത്വത്തിന്റെ വസന്തം റബീഉ ഷഹാദത്ത് ഫലസ്തീനിൽ നടക്കുമ്പോൾ ഞാൻ പറയുന്നു, ലോകത്ത് ഐക്യദാർഢ്യത്തിന്റെ ഒരു വസന്തം റബീഉ സുമൂദ് ലോകത്ത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഫലസ്തീനിലെ പോരാട്ടത്തിന്റെ, ഫലസ്തീനിലെ രാഷ്ട്രീയത്തിന്റെ വിജയം തന്നെയാണ് അത് എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, 60ഓളം രാജ്യങ്ങളിൽ നിന്ന് സിവിലിയൻസ് സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ വ്യത്യസ്ത ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം മനരോധനങ്ങളായി അവസാനിച്ച ചിത്രമാണ് ലോകത്തിന് മുന്നിൽ ഫലസ്തീനികളുടെ പോരാട്ടത്തിലേക്ക് 58ഓളം രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ വംശീയ ദേശരാഷ്ട്രങ്ങളായിരിക്കെ തന്നെ അവരുടെ സമ്മതമില്ലാതെ തന്നെ അതിർത്തികൾ ഭേദിച്ച് അവിടുത്തെ സിവിലിയൻസ്, അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ, അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ എല്ലാ അതിർത്തികളും അതിർവരമ്പുകളും ഭേദിച്ച് ഗസയുടെ വെള്ളത്തിലേക്ക്, ഗസയുടെ തീരത്തേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഫലസ്തീനികളുടെ പോരാട്ടത്തിന്റെ വിജയമെന്തെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മൂത്ത് ഫ്ലോട്ടില്ലയിലേക്ക് ഒരിക്കൽ കൂടി നോക്കണമെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു റബീഉൽ അവ്വലിലായിരുന്നു. റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് ഹബീബായ റസൂല് ഭക്ഷണവുമായി പുറപ്പെട്ട ഗ്ലോബൽ സൗത്തിൽ ചുമതല സംഘത്തെ ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചിരിക്കുകയാണ്. 44 രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു അവസരത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രതികരിച്ചുകൊണ്ട് രാജ്യങ്ങളിൽ പ്രശംസാൻ കഴിയില്ല. നമ്മളെല്ലാവരും ആന്ധ്രയ്ക്ക് അവരോട് ഐക്യപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. ഇന്ന് ഒത്തുകൂടിയ എല്ലാവർക്കും ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ഷോറാങ്കാം അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്.
അവരോട് NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.